പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 5ാം ക്ലാസ് ഏറ്റവും പുതിയ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പരിചയപ്പെടുത്തുന്ന നല്ലൊരു വീഡിയോ ആണ്. മുഴുവൻ കാണുന്നതിലൂടെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി മനസ്സിലാക്കാം. അതോടൊപ്പം ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കുകയും ചെയ്യാം. ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ വായിക്കാം. ഒന്നാമത് നിങ്ങൾ കാണുന്നു, യോജിപ്പിക്കുക എന്ന ചോദ്യമാണ്. 6 ചോദ്യങ്ങളുണ്ട്. ഉത്തരം ബ്രാക്കറ്റിൽ ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ്. ഒന്നാമത്തത്, പരലോകത്ത് ആദ്യം വിധി പറയുന്ന കുറ്റം കൊലപാതകമാണ്. ഈ വീഡിയോ കാണുന്നതിലൂടെ നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ ഉറക്കാനും കാരണമാകും. കാരണം നിങ്ങൾ ഒരുപാട് പേപ്പറുകളും മറ്റും പാഠപുസ്തകങ്ങളൊക്കെ വായിച്ച് നല്ലോണം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെ നിങ്ങൾ പഠിച്ചു വെച്ചത് ശരിയാണെന്ന് ഉറപ്പുവരുത്താനും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പഠിച്ച് മൈൻഡിൽ ഉറപ്പിക്കാനും നമുക്ക് പറ്റും. ഇതിൽ വായിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അവസാനം നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് ഉണ്ടാകും എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. രണ്ടാമത്തത്, ഖൈബർ യുദ്ധത്തിന് നേതൃത്വം നൽകിയത് അലി റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത്തത്, ഇസ്ലാം ശക്തിയായി എതിർക്കുന്നു ഏതിനെ? മോഷണത്തെ. നാലാമത്തത്, മുഅ്തത്ത് യുദ്ധത്തിൽ ഷഹീദായി അബ്ദുല്ലാഹിബ്നു റബാഹ. അഞ്ചാമത്തത്, ബൈലാ എന്ന കുതിരപ്പുറത്ത് കയറി അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആറാമത്തത്, സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തട്ടുന്ന വൻ കുറ്റമാണ് സിന അഥവാ വ്യഭിചാരം. രണ്ടാമത്തത്, വായിക്കുന്നതിന് മുമ്പ് 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പൊതുപരീക്ഷയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഓരോ വിഷയത്തിൻ്റെയും പ്രത്യേകം ഷോർട്ട് നോട്ടുകളുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ 50 രൂപ അയച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് അതേ വാട്സപ്പിൽ അയച്ചാൽ ഉടനെ തന്നെ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങൾ അയച്ച പൈസ തിരികെ അയക്കുകയും ചെയ്യും. ഓരോ വിഷയത്തിൻ്റെയും ഷോർട്ട് നോട്ടുകൾക്ക് കൂടെ താരീഖിലെ പ്രധാനപ്പെട്ട ഹിജ്റ വർഷങ്ങൾ അടങ്ങിയ ഒരു PDF-ഉം അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിൽ വന്ന ആയത്ത്, ഹദീസ് ഇവകളുടെ അറബിയും അതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി നടന്ന പരീക്ഷകളുടെ ഉത്തരങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പറുകളുടെ PDF എല്ലാം ഉണ്ടാകും. എല്ലാറ്റിനും കൂടെ 50 രൂപയാണ്. ആവശ്യക്കാർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. 2 ഹിജ്റ വർഷവും മാസവും എഴുതുക എന്ന ചോദ്യം. ഒന്നാമത്തത്, ഉഹുദ് യുദ്ധം. വർഷം ഹിജ്റ 3-ാം വർഷമാണ്, ശവ്വാൽ മാസവുമാണ്. ഖന്തക് യുദ്ധം നടന്നത് ഹിജ്റ 5-ാം വർഷം ശവ്വാലിലാണ്. ഹുദൈബിയ സന്ധി ഹിജ്റ 6-ലാണ്, ദുൽഖഅദ മാസം. 4, മക്ക വിജയം ഹിജ്റ 8-ലാണ്, റമളാൻ മാസം അഥവാ മക്ക ഫത്ഹ് ആയത്. 5-ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചത് ഹിജ്റ 11 സഫർ മാസത്തിലാണ്. 3-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക എന്നതാണ്. 4 ചോദ്യങ്ങളുണ്ട്. 1, ഉദിന ലില്ലദീന ഡാഷാണ്, യുഖാതിലൂന ബിഅന്നഹും ളുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ആയത്തും അതിൻ്റെ ആശയവും പഠിച്ചു വെക്കുക. 2-ാമത്തത്, അവർക്ക് നിർഭയം ഖുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു. 3-ാമത്തത് ഹദീസാണ്, മയ്യൽമല്ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹു അൽ ജന്ന. 2 താടിയെല്ലുകൾക്കിടയിലുള്ള അവയവം, അത് നാവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലുകൾക്കിടയിലുള്ളതും രഹസ്യഭാഗം സൂക്ഷിക്കാമെന്നുള്ളതിന് ഒരാൾ ഗ്യാരണ്ടി തരികയാണെങ്കിൽ സ്വർഗം കൊണ്ട് ഞാൻ അവനിക്ക് ജാമ്യം നിൽക്കും എന്നാണ് അതിൻ്റെ ആശയം. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. 4-ാമത്തത്, എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യ പുരുഷന്മാർ കാണാൻ ഇടവരരുത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ചോദ്യമാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തത്. കാരണം എവിടുന്നും വേണമെങ്കിൽ ചോദിക്കാം, പുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും. ഒന്നിനും ഉറപ്പ് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പാഠം നന്നായി വായിക്കുക എന്നത് തന്നെയാണ്. താരീഖിൻ്റെയും അഖ്ലാഖിൻ്റെയും പാഠം നന്നായി വായിച്ചാൽ നമുക്ക് വളരെ എളുപ്പം ടോപ്പ്+ വാങ്ങാൻ കഴിയും. ഇനി 4-ാമത്തത്, ശരി അടയാളപ്പെടുത്തുക എന്ന ചോദ്യത്തിൽ 1, ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ പടയങ്കിയുടെ എണ്ണം ഓർമ്മയുണ്ടോ? 6ആണ്. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരിയായതിൽ ടിക്കിട്ടാൽ മതി. 2, 3000 ശത്രുക്കൾ സംഘടിച്ചു വന്ന യുദ്ധം ഉഹുദ് യുദ്ധമാണ്. ആദ്യം വേണ്ടത് സംസാരം, പ്രവർത്തനം, ചിന്തയാണ് ആദ്യം വേണ്ടത്. 4, ഖൽബിൻ്റെ അസുഖങ്ങളിൽ പെട്ടതാണ് കോപം. 5-ാമത്തത്, മുഅ്തത്ത് എവിടെയാകുന്നു?
ഷാമിലാകുന്നു. 6 അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ, ഇഖ്ലാസ് അഥവാ തഖ്വ, ആത്മാർത്ഥത. 5-മത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ചോദ്യങ്ങൾ ഉത്തരം എഴുതാം എന്നുള്ളതിൽ 1 ഖുതുബത്തുൽ വിദാ നടന്ന ദിവസം ഏത്? അറഫ ദിനം. വിടവാങ്ങൽ പ്രസംഗമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കൽ, അതാണ് തസ്കിയത്തുൽ ഖുലൂബ്. 3 രോഗം ബാധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ വീട്ടിലായിരുന്നു? മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. 4 മുഅ്തത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പടനായകൻ ആര്? ഖാലിദ് ഇബ്നു വലീദ്. 5-മത്തത് ബദ്രിൽ മുസ്ലിങ്ങളുടെ അവലംബം എന്തായിരുന്നു? അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, അതാണ് ബദ്രിൽ മുസ്ലിമീങ്ങൾ അവലംബിച്ചത്. 6 യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിരി കൂട്ടമേ എന്ന് വിളിച്ചു പറഞ്ഞു ആര്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇനി 6-മത്തത് സാരം എഴുതുക എന്ന ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. ഏതാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഖ്ലാഖിൽ ഒരുപാട് ആയത്തുകൾ ഹദീസുകളൊക്കെ ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. 1 വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത്. മുസ്ലിമീങ്ങളല്ലാത്ത മറ്റു മതക്കാർ, അതാണ് ഇതര മതസ്ഥരെ എന്ന് പറഞ്ഞത്. 2 അഫലാ അകൂന അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോ എന്നാണ് നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞത്. 3-മത്തത് ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, അപ്പോൾ സിന ആ വരുന്നത് അപ്പം തന്നെ ഓർക്കുക, അത് വ്യഭിചാരത്തെക്കുറിച്ചാണ്. യഥാർത്ഥ മുഅ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല. 4-മത്തത് ലാ ഈമാന ലിമൻ ലാ ഹയാ അലഹു, ലാ ഈമാന എളുപ്പമാണ്, ഈമാനില്ല, അപ്പോൾ ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല. ഇനി അവസാനത്തത് 7-മത്തത് വ്യക്തമാക്കുക. 1 അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആകാശത്തിൽ നിന്ന് ലഭിച്ചത് സ്വർണ്ണ വെട്ടുകിളികൾ. 2 ഒരു അടിമയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു എന്തു ചെയ്യും? അവനിൽ നിന്ന് ലജ്ജ അള്ളാഹു ഊരിയെടുത്ത് കളയും. 3-മത്തത് ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ എന്നിവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയ കരാർ മുസ്ലിമീങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കില്ല എന്നും. 4-മത്തത് റോമൻ സൈനികൻ വധിച്ച സ്വഹാബിയാരാണ്? ഹാരിസ് ഇബ്നു ഉമൈറിനിൽ അസ്ദി റളിയല്ലാഹു അൻഹു. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ എന്ത് തോന്നുന്നു? ഏകദേശം എത്ര മാർക്കുണ്ടാകും? നിങ്ങളൊന്ന് കണക്കൂട്ടി കമൻറ്റിൽ എഴുതുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണം. ബാക്കി വിഷയങ്ങൾ കൂടെ നമ്മുടെ ചാനലിൽ വരും. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത്, അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സഹായവും സഹകരണവും. ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. വൈകാതെ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.